ഹലോ, ഞാൻ ഇന്ന് ഉച്ചതിരിഞ്ഞ് ജോലി കഴിഞ്ഞ് രാത്രി 6:30 കഴിഞ്ഞപ്പോൾ എത്തി. 6:45 എത്തി. ഞാൻ അപ്പോൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റിട്ട് ചായ ഉണ്ടാക്കിയിട്ട് ഞാനത് ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സുഖം കിട്ടും. അല്ലെങ്കിൽ എനിക്ക് ഗ്യാസ് കയറിയിട്ട് ഭയങ്കര പാടാവും. കറി വന്ന് വെച്ചപ്പോട്ട് ചോറിനൊന്നും പണിയില്ലാണ്ടായി. തൊണ്ട ചോറ് എനിക്ക് വേണ്ടു, പക്ഷെ അത് കഴിച്ചില്ല. ഇന്ന് ഞാൻ ചായ കുടിച്ചു. അങ്ങനെ ചായ കുടിച്ച് കസറിലിരിക്കുമ്പോൾ ജോസലം വന്ന് അവിടെ ഇരുന്ന് നാട്ടിലുണ്ടായ ഒരു വിശേഷങ്ങൾ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം. അത് കഴിഞ്ഞ് ജോസലം വീണ്ടും പുറത്തേക്ക് പോയപ്പോൾ ഞാൻ ചെടി നനയ്ക്കാൻ പോയിട്ടാണ്. ചെടി നനച്ച് എല്ലാ മുറ്റത്തൊക്കെ നിറച്ച് വെള്ളം പൊടി പൊന്തി നിൽക്കുക. അപ്പോൾ ഞാൻ പൊടിയൊക്കെ നനച്ച് വൃത്തിയാക്കി അവിടെ പൊടിയിൽ ഒതുക്കി നനച്ചിട്ടു. ചെടി വൈകുന്നേരം നനയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് നനയ്ക്കണുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണെന്ന് വെച്ചാൽ തുരപ്പൻ അത് കുത്തില്ല. അപ്പോൾ കാലത്ത് ഞാൻ നന്നായി നനയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉച്ച കഴിയുമ്പോൾ വെറുതെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് നനയ്ക്കുള്ളൂ, ഒരു വാട്ടം വരാതിരിക്കാനായിട്ട് അവർക്ക്. അങ്ങനെ ഞാൻ ചെടിയൊക്കെ നന്നായിട്ട് ചെടീനെ നനയൊക്കെ കഴിഞ്ഞ് കാറുമ്മയ്ക്ക് ഇത്തിരി വെള്ളമാക്കിയൊക്കെ അത് പൊടി പിടിച്ചിട്ട് റോട്ടിൽ നിന്ന് വെള്ളം പോകും. പിന്നെ ഈ വേപ്പിൻ്റെ ഇലയാണെങ്കിൽ വേനലായി ഇപ്പോൾ നല്ല ഉണക്കായിട്ട് എല്ലാ ഇലയും കൊഴിഞ്ഞു വേപ്പിൻ്റെ. അപ്പോൾ അതിന് വെള്ളം പോരാണ്ട് എന്താണെന്ന് അറിയില്ല. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ അത് തന്നെ തളിർത്ത് വരും കേട്ടോ, നല്ല ഇല വരും. അപ്പോൾ ആ ഇലയൊക്കെ ആകുമ്പോൾ മുറ്റം ആകെ വൃത്തികേടായിട്ട് കിടക്കുക. ആകെ ഒരു തുണ്ട് മുറ്റമുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കുറേ വണ്ടികളും കൂടി ആകുമ്പോൾ സ്ഥലമില്ല. വണ്ടികൾ വരുമ്പോൾ ഞാൻ അടിച്ച് ക്ലീനാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുപ്പികളിൽ വെള്ളം നിറയ്ക്കാനായിട്ട് മോട്ടർ ഇട്ടു. നമുക്ക് മോട്ടർ ഇട്ട് കഴിഞ്ഞ് അതേ നേരിട്ട് വെള്ളം വരുമ്പോൾ നല്ല തണുത്ത വെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു കുപ്പി കുടിക്കുന്നത് നല്ല തണവാണേ, കണക്റ്റിൽ നിന്ന് നേരിട്ട് വരുമ്പോഴേ. എന്നിട്ട് ഞാനത് എല്ലാ കുപ്പിയും നിറച്ച്, ആദ്യം കുറച്ച് നിറയെ കുപ്പിയായിരുന്നു. എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളത്തിന് നല്ല ചിലവുണ്ട്, കുടിവെള്ളം വേഗം കഴിയുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ കുപ്പിയും നിറച്ച് സെറ്റാക്കി പാചകം പുറത്തുനിന്ന് അതൊക്കെ ഒഴിവാക്കി ക്ലീനാക്കി എടുത്തിട്ട് വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസേട്ടൻ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ കൊണ്ടുവന്നിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വാല വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ അത് വാല വെച്ചിട്ട് ഉപ്പുമുളകൊക്കെ തിരുമ്മാനായിട്ട് സെറ്റാക്കി ഉപ്പുമുളക് തിരുമ്പി പിന്നീട് ഞാൻ അടിച്ചു വരാനായിട്ട് പോയി. അടിച്ചു വരാൻ ഞാൻ നിൽക്കുമ്പോഴേക്കും ഇതേ ഇവരൊക്കെ കൂടെ കൂട്ടിയിരുന്നവർക്ക് ചോറ് കിട്ടാൻ തിരക്കായിട്ടാകും. ചന്നം പിന്നെ മോഡ് എല്ലാവരും 6 ആളുണ്ട്. അപ്പോൾ അവർക്കുള്ള ചോറിൻ്റെ മീൻ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ഈ ഓടിന് നടക്കണവരെ ഞാൻ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പോണേന്നറിയണ്ടേ. അപ്പോൾ ഞാൻ ചൂലുകൊണ്ടൊക്കെ ആട്ടി പിടിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുക. അങ്ങനെ ഞാൻ അടിച്ച് വരലൊക്കെ കഴിഞ്ഞ് പിന്നീട് സ്റ്റൂളിൽ വയ്ക്കുന്ന പച്ചസാരി ഞാൻ കൊടുത്ത സാരി ഇടാം. ഇനി ആ തുണികളൊക്കെ എനിക്ക് കഴുകണം. നാളെ രാവിലെ ഇനി അത് കഴുകാൻ പറ്റും. മറ്റൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് തുണി തിരിയായിട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. പിന്നീട് ഞാൻ അടിച്ചു വരി കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാനുള്ളത് ചകിരിയും പട്ടയും പാലൊക്കെ ഇട്ടിട്ട് ചൂടാക്കാൻ വെച്ചു. നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ ശരീരവേദനയുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, കുറച്ച് കല്ലുപ്പ് എടുത്ത് അതിലിട്ടിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടും. അതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേദനകളൊക്കെ കുറവുണ്ട്. ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളത് ചെയ്തോളാം. അതിൻ്റെ ഉള്ളിൽ പുറമനെ ചോറവിടെ വെച്ച് കൊടുത്ത് അവിടെ ഇരുന്ന് ഇവരൊക്കെ കൂടി ഇരുന്ന് തിന്നു. എല്ലാവരും തീറ്റ കഴിഞ്ഞ് അവിടെ കളിയൊക്കെ തുടങ്ങിയിട്ട് ആ പാത്രം കൊണ്ട് നക്കി വെടുപ്പാക്കി. എടാ നീ എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എന്നെ നോക്കിയിട്ട് ഇവൻ എന്നോട് വർത്താനം പറയുക. ഒന്നുമില്ല, എനിക്ക് വയറ് നിറഞ്ഞ അമ്മയെന്ന് കണ്ട ഒരു പ്രത്യേകതയാണ്. അവൻ വീണ്ടും അവിടെ പോയിട്ട് പാത്രങ്ങളൊക്കെ നക്കി തുടങ്ങിയ ഉണ്ണി പൂച്ചകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ പെണ്ണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവളുടെയും വയറ് നിറഞ്ഞു. പിന്നീട് ഞാൻ ഏതായാലും പോയിട്ട് കുറച്ച് ചെമ്പരത്തിയിൽ ഇല പൊട്ടിച്ചിട്ട് മിക്സിയിലിട്ട് തിരിച്ചിങ്ങനെ ആക്കിയെടുത്തിട്ട് താളി പോലെയാക്കി. മേത്ത് നിറയെ ചൂട് കൂരാവണം. അപ്പോൾ അതിട്ടിട്ട് കുളിക്കാനായിട്ട് സെറ്റാക്കി. അപ്പോഴേക്കും ജോസേട്ടൻ വന്നപ്പോൾ ജോസേട്ടനെ ഞാൻ ചോറിട്ട് കൊടുത്തിട്ട് കുളിക്കാൻ പോയി.